Good afternoon, all. Okay, good afternoon. Okay. Okay, voice. Yeah. Hello. Hello. Okay, good afternoon. ചെറിയൊരു ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വോയിസ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വോയിസ് ഓക്കെ ആയിരുന്നോ? ഓക്കെ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകള്? നമ്മൾ ഓറിയന്റേഷന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതില് ഇനി നമുക്ക് എടുക്കാനുള്ളത് എന്താണ്? ജനറൽ ഓറിയന്റേഷൻ അല്ലെ? ഇവിടെ പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ, ഇത് മൂന്നുമാണ് അല്ലെ ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ജനറൽ ഓറിയന്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ. നോക്കാം എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ എന്ന് നോക്കാം. അതായത് പുതിയ എംപ്ലോയിയെ ആ ഒരു ഓർഗനൈസേഷനിൽ ഡ്യൂട്ടിക്ക് എടുക്കുമ്പോൾ ആ ഓർഗനൈസേഷനിലെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ ഒരു ഫെമിലാരിറ്റി അല്ലെ, അവിടെ ഒരു കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവരുടെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഡ്യൂട്ടി, ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അല്ലെ ക്ലിയർ പിക്ചർ അത് അവർക്ക് അവൈലബിൾ ആക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഓറിയന്റേഷൻ എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സ് അല്ലെ, ഇവിടെ പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
നെക്സ്റ്റ് പോയിന്റ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ. ഫസ്റ്റ്ലി നമ്മൾ കണ്ടു ജനറൽ ആയിട്ട് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയാസ് അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് വൺ ഡിപ്പാർട്ട്മെന്റൽ, ഈ വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലും ആ വലിയൊരു ഫേമില് അല്ലെ ആ ഒരു വലിയ ഇൻഡസ്ട്രിയില് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ വ്യക്തി വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അല്ലെ. നോക്കുക, now the individual is introduced to the department where he has to work. എവിടെയാണ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. There is a need for new incumbent to be aware of the role, responsibility and the operating practices of the department. Okay, നമുക്കറിയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ് റോള്. കേസ് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാണ് എങ്കിൽ അല്ലെ, അവിടെ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന്റെ ബില്ലിംഗ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് എങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു നഴ്സ് ആണെങ്കിൽ ആ നഴ്സിന് ഏത് ഡിപ്പാർട്ട്മെന്റില് ഏത് വാർഡിലെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്, ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവ്, അവിടെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ അല്ലെ അവര് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ആണ് അവിടെ ലഭ്യമാകുന്നത്. The new employee should be made familiar with the each and every activity of the department for a few months. ഒരു പുതിയ എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കുറച്ച് മന്തിനോട് ചേർന്ന് അല്ലെ ഒരു 2-3 മാസം ഒരു 3 മാസം ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് ആ ഒരു ഓറിയന്റേഷൻ ടൈമിനെ തന്നെ നല്ലൊരു ഫെമിലിയാരിറ്റീസ് അല്ലെ, അവിടെ ആ ഒരു സഹപ്രവർത്തകരായിട്ടും ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്കൊരു നല്ലൊരു ടച്ച് നേടിയെടുക്കാനായിട്ട് സാധിക്കും. During this process, you need to be build up a relationship with the seniors, colleges and subordinates. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു 3 മാസം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ സീനിയേഴ്സ് ആരാണെന്നും അല്ലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആരാണെന്നും സഹപ്രവർത്തകർ ആരൊക്കെയാണെന്നും കീഴുദ്യോഗസ്ഥർ ആരൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് അവർക്ക് സാധിക്കും. After which he will be allotted a particular job. Okay, ആ ഒരു ഓറിയന്റേഷൻ ടൈം കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ കൃത്യമായിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ നടത്തി അവരെ നിയമിക്കും. സോ അവർക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ വലിയ ട്രബിളോ ഡിസ്റ്റർബുകളൊന്നും ഇല്ലാതെ തന്നെ ആ ജോലി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റിനെ മനസ്സിലാക്കി അവരുടെ സഹപ്രവർത്തകര് സീനിയേഴ്സ് അവരുടെ ഡ്യൂട്ടി അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫെമിലിയാരിറ്റീസ് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിൽ നടപ്പാക്കുന്നത്. ക്ലിയറാണോ? ക്ലിയറാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ്ലി ജനറൽ ഓറിയന്റേഷൻ നമ്മൾ കഴിഞ്ഞു, അതായത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും മൊത്തത്തിൽ ഒരു അവയർനെസ് കൊടുക്കുക. സെക്കൻഡലി ഈ വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ ഓർഗനൈസേഷൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക അല്ലെ. അവിടെ സീനിയേഴ്സിനെയും കോളേജസിനെയും സപ്പോർട്ടിനേഴ്സിനെയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. വീണ്ടും സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ അതില് പറയുന്നത് the individual is provided a specific task with a job description. The employee need to have the knowledge of the method used for a specific job. Okay, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻസ് അല്ലെ, അതായത് ആ ജോലി എന്താണോ ഇവരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ വ്യവസായിരിക്കാം അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അക്കൗണ്ടന്റ് ആയിരിക്കാം, ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു റിസപ്ഷനിസ്റ്റ് ആയിരിക്കാം, ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടർ ആയിരിക്കാം. എന്താണോ സ്പെസിഫിക് ആയിട്ട് ഈ വ്യക്തിക്കുള്ള ജോലി അല്ലെ, ആ ജോലിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ എടുത്ത് പറയുന്നത്. The employee need to have the knowledge of the method used for a specific job. ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെ അറിവുണ്ടായിരിക്കണം അല്ലെ. നമ്മളെ സഹപ്രവർത്തകരെയും സീനിയേഴ്സിനെയും അല്ലെങ്കിൽ ആ ഒരു അല്ലെ എൻവയറമെന്റിന്റെ മൊത്തത്തിൽ അവയർനെസ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല അല്ലെ. ആ ജോലി എന്താണോ ആ ജോലിയെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടിയെ കുറിച്ചിട്ടുള്ള നല്ലൊരു നോളജ് അല്ലെ, അതാണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത്.
The responsibility involved in that specific work has to be checked preciously to the newcomer along with the role expectations. Okay. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയാണ് പുതിയ എംപ്ലോയിയോട് നമുക്കറിയാം എംപ്ലോയറോട് കൃത്യമായിട്ട് 3 മാസം കൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കും അല്ലെ, നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, നിങ്ങൾ ഇന്ന ടൈമിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് തീർക്കണം അല്ലെ, ഇത്ര ടൈമിനുള്ളിൽ ഇത്രയും ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ന്യൂക്കമറിന് എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെ, എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു എംപ്ലോയിയെ ആ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ എന്താണോ ആ ജോലിയിൽ നിന്നും അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ അവരിൽ നിന്ന് ആ എംപ്ലോയിയിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. The superior, if necessary, should adopt a guiding approach to the direct the individual on the job he has to do. Okay, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് സുപ്പീരിയേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും എന്താണ് അവരൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ, ഇന്ന രീതി ഇന്ന ഡ്യൂട്ടി, ഓക്കെ നിങ്ങളുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ഇൻ കേസ് നമുക്കറിയാം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ അവർക്ക് ഉണ്ടാവും അല്ലെ, ജോലിയെ കുറിച്ചിട്ടേക്ക് ധാരണയൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം ഈ പ്രത്യേകമായിട്ടുള്ള കാലഘട്ടത്തിൽ എന്താണ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമായിട്ട് നമ്മൾ വരികയാണെങ്കിൽ അവർക്കറിയാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവർക്ക് ലഭ്യമാവണമെന്നില്ല അല്ലെ. അപ്പൊ ആ ടൈമിൽ ആ ജോലി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ഒരു ഗൈഡൻസ് ആയിട്ട് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ഒക്കെ ഉണ്ടാവും, മേലുദ്യോഗസ്ഥരുണ്ടാവും. ദെൻ അവര് പറയുന്ന ഗൈഡിങ് അനുസരിച്ചിട്ടാണ് ആ ജോലി അവര് ചെയ്തു നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ, ജോലി എന്താണോ ആ ജോലിയെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ ആ എംപ്ലോയിയിൽ നിന്ന് ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്, അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ദെൻ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഒരു സൂപ്പർവൈസേഴ്സിന്റെ ഗൈഡൻസോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ എടുത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ 2 പോയിന്റ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, മൊത്തത്തിലുള്ള ഒരു ഐഡിയാസ് അല്ലെ. ഓറിയന്റേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റേജസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ജനറൽ ഓറിയന്റേഷൻ. സെക്കൻഡ് സ്റ്റേജ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ. ലാസ്റ്റ് സ്റ്റേജ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. അപ്പൊ ആ സ്റ്റേജസ് ഓർത്ത് വെക്കുക, 3 മനസ്സിലാക്കി അല്ലെ. ഫസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ സെക്കൻഡ്ലി അല്ലെ, തേർഡ് വൺ അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ഏതെന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക. ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാനോ? വായിച്ചോ? ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടന്റ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം. എന്താണ് കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ വരുന്നത്? Employee orientation program should provide information concerning the following. അതായത് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഉള്ളടക്കം അല്ലെ, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം അവർക്ക് ലഭ്യമാക്കി കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അവിടെ തീർച്ചയായിട്ടും എംപ്ലോയീസിന് അത് ഒരു 3 months ഒക്കെ ഇങ്ങനെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അല്ലെ നല്ല എക്സ്പീരിയൻസോടുകൂടി വർക്ക് ചെയ്യുന്ന അത്രയും ഒരു അല്ലെ കൃത്യമായിട്ടുള്ള ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അവരിൽ നിന്ന് അത്യാവശ്യം എക്സ്പെക്ടേഷൻസ് എംപ്ലോയർക്കാണെങ്കിലും തൊഴിലുടമയ്ക്കാണെങ്കിലും പ്രതീക്ഷിക്കാനായിട്ടും സാധിക്കും അല്ലെ. അപ്പൊ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ഇതില് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയുന്നത്. ഫലപ്രദമായ ഓറിയന്റേഷന്റെ ആ ഒരു കാര്യങ്ങൾ അല്ലെ, എന്തൊക്കെ കണ്ടന്റ്സ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ ഇഷ്യൂസ്. ഓക്കെ, അതായത് ഫസ്റ്റ് കാര്യം പറയുന്നത് ഓർഗനൈസേഷൻ ഇഷ്യൂസ് ആണ്. അതില് ഇത് ഇൻവോൾവ്സ് ദ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ കമ്പനി, names and designation of key executives, employees country and department, layoff, physical facilities, probationary period of product or service offered, overview of the production process, company policy and rules, disciplinary procedure, safety procedure and employee handbook. അതായത് ഇതിൽ നമുക്കറിയാം ഓറിയന്റേഷൻ നടത്തുന്നതിന് മുമ്പ് അല്ലെ വ്യക്തികൾ വരുമ്പോഴേ ഓറിയന്റേഷൻ ടൈമിൽ എന്താണ് കൊടുക്കേണ്ടത്, അവർക്ക് എന്താ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ അപ്പോഴല്ല വരേണ്ടത് അല്ലെ. നേരത്തെ കൂട്ടി അതിനൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ് അല്ലെ. വരുന്ന പുതിയ എംപ്ലോയീസിന്
നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് മുഖേനയാണ് അവർക്ക് ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കണേന്ന് പറഞ്ഞു. ആ പ്രോസസ്സിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ആണ് പറയുന്നത്. അതായത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാ പറയുന്നത്. The short story of the company. കമ്പനിയുടെ ഷോർട്ട് സ്റ്റോറി അല്ലെ, എന്താണ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശിച്ചുള്ള കാര്യം അവിടെ ഉണ്ടാവായിരിക്കണം. നെയിം ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് കീ എക്സിക്യൂട്ടീവ്സ്, അതായത് കമ്പനിയുടെ ആണെങ്കിലും പേര്, കീ എക്സിക്യൂട്ടീവ്സിന്റെ ഒക്കെ ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെ. ദെൻ എംപ്ലോയീസ് ടൈറ്റിൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഓരോ എംപ്ലോയീസിന്റെയും അല്ലെ ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും ഡിപ്പാർട്ട്മെന്റിന്റെ പേരൊക്കെ ഉണ്ട് അല്ലെ. എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്താൻ കാരണം എപ്പോഴും ഡിപ്പാർട്ട്മെന്റുകൾ ധാരാളമുണ്ട് അല്ലെ. ന്യൂറോ, നെഫ്രോ, കാർഡിയോളജി, അങ്ങനെ ഓരോ വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഓരോന്നിനൊക്കെ നമുക്കറിയാം ഓരോ ലേബലൊക്കെ വെച്ചിട്ടായിരിക്കും അത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സോ അതിന്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ. ലേ ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ്, ലേ ഔട്ട് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ്, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങള്. Then probationary period of a products or a service offered. Okay, probationary period. നമുക്ക് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആണെങ്കിലും എത്രത്തോളം ടൈം ആണ് പ്രൊബേഷണറി പീരിയഡ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. Then overview of the production process. മൊത്തത്തിലുള്ള ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ അവലോകനങ്ങൾ. കമ്പനി പോളിസി ആൻഡ് റൂൾസ്, ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് അല്ലെ. ഒരു കമ്പനിക്കും അതിൻ്റെതായ നിയമങ്ങളും അല്ലെ മാനദണ്ഡങ്ങളും അതേമാതിരി തന്നെ അച്ചടക്ക നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. സോ അത്തരം കാര്യങ്ങൾ. Then safety procedure and employees handbook. ഓക്കെ, തീർച്ചയായിട്ടും അല്ലെ അവിടെ സേഫ്റ്റി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ അല്ലെ ചുറ്റാവട്ടങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഇഷ്യൂസ് അവിടെ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഓറിയന്റേഷന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കണം. ഓക്കെ, അവിടെ വരുന്ന ന്യൂ എംപ്ലോയീസിന് ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അവയർനെസ് പകർന്നു കൊടുക്കേണ്ടതാണ്. വീണ്ടും എംപ്ലോയി ബെനിഫിറ്റ്സ് അല്ലെ. നമ്മളിപ്പോ ജനറൽ ഓറിയന്റേഷനിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ജനറൽ ഓറിയന്റേഷൻ ടൈമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. കമ്പനിയുടെ മൊത്തത്തിലുള്ള പേരും അല്ലെ, അവിടെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വ്യക്തികളും അങ്ങനെയൊക്കെയുള്ള പ്രധാനമായിട്ടും കമ്പനിയുടെ മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഓറിയന്റേഷൻ ടൈമിലാണ്. വീണ്ടും എംപ്ലോയി ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു എംപ്ലോയി ആണെങ്കിലും അവര് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ജോലിക്ക് പ്രവേശിക്കുന്നത് അല്ലെ. അവര് സാലറി പ്രതീക്ഷിക്കുന്നുണ്ട്, പലതരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനുള്ള അന്തരീക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ജോലിയിലേക്ക് വരുന്നത് അല്ലെ. ഇതൊക്കെ പ്രതീക്ഷിക്കൂലേ? ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ കാര്യവും അവർക്ക് പകർന്നു കൊടുക്കണം അല്ലെ. ഇറ്റ് ഇൻവോൾവ്സ് പേ സ്കെയിൽസ് ആൻഡ് പേ ഡേയ്സ്, വെക്കേഷൻസ് ആൻഡ് ഹോളിഡേയ്സ്, റെസ്റ്റ് ബ്രേക്സ്, ട്രെയിനിങ് ബെനിഫിറ്റ്സ്, കൗൺസിലിംഗ്, ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ, then recreation and retirement benefits. ഓക്കെ, അപ്പോ പലതരത്തില് പ്രതീക്ഷിക്കുന്ന എംപ്ലോയിക്ക് അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു അവയർനെസ് വേണം. അതായത് എത്രത്തോളം പേയ്മെന്റ് ലഭ്യമാവും, അവര് ചെയ്തിരിക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുമോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പേയ്മെന്റ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കണം. വെക്കേഷൻ ആയിട്ട് ഹോളിഡേയ്സ്, എത്രത്തോളം വെക്കേഷൻസ് ഉണ്ട്, ലീവ് ഉണ്ട് അല്ലെ, ഹോളിഡേയ്സ് ഒക്കെ ഉണ്ട്. റെസ്റ്റ് ബ്രേക്ക്, എത്രത്തോളം സമയമാണ് ബ്രേക്ക്, റെസ്റ്റ് ബ്രേക്ക് ഉള്ള സമയം. ട്രെയിനിങ് ബെനിഫിറ്റ്സ്, നമുക്കറിയാം ഈ ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ടോ. ദെൻ കൗൺസിലിംഗ് സൗകര്യങ്ങളുണ്ടോ, ഇൻഷുറൻസ്, മെഡിക്കൽ അലവൻസ്. അപ്പൊ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അറിയാവുന്നതാണ് ബെനിഫിഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞേക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ അവർക്ക് ലഭ്യമാക്കി കൊടുക്കണം. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, PF അല്ലെ, അവിടെ ആക്ടിവിറ്റി, അങ്ങനെയുള്ള കുറെ അലവൻസുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഓറിയന്റേഷൻ കാര്യങ്ങള് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇതും ഉൾക്കൊള്ളിക്കേണ്ടതാണ്. Then introduction to existing members of the organization. ഓക്കെ, 2 പോയിന്റ് നോക്കിയല്ലേ. തേർഡ് പോയിന്റ് നോക്കാം. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷനിൽ പറയുന്നത്?
Organizations make a special effort to introduce new employees to all existing employees. അല്ലെ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പുതിയ എംപ്ലോയിനെ കുറിച്ചിട്ട് അവർക്ക് കുറെ കാര്യങ്ങൾ അറിയണമെന്നുള്ള ഒരു ആകാംക്ഷ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവരുടെ എക്സൈറ്റ്മെന്റിന് അനുസരിച്ചിട്ടുള്ള ഇൻട്രൊഡ്യൂഷൻ അല്ലെ. അവർ തീർച്ചയായിട്ടും അവിടെ നിലവിലുള്ള എംപ്ലോയീസിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കേണ്ടതാണ്. It is the foremost responsibility of the supervisor to make a new employee familiar with the exciting employee. Okay, ഇങ്ങനെ നിലവിലുള്ള വരുന്ന എംപ്ലോയീസിനാണെങ്കിൽ നിലവിലുള്ള എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അല്ലെ അവർക്ക് അവരായിട്ട് പരിചയപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള സൂപ്പർവൈസേഴ്സ് ഇവരെ ഏറ്റവും അല്ലെ നമ്മൾ അനുസരിക്കേണ്ട ആരെയാണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. Supervisor is the person who sets the tone for the employee's future interpersonal relationship with the other staff members. നമുക്കറിയാം സൂപ്പർവൈസർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ തീർച്ചയായിട്ടും അവരുടെ മേലധികാരിയാണ്. സോ അവരായിരിക്കും നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവരായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. സോ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മസ്റ്റായിട്ട് ഉൾക്കൊള്ളിക്കണം. When a new employee comes to the organization, he will probably be happy about getting a job. Okay. എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ ഒരു പുതിയ ജോലി കിട്ടിക്കുന്ന എന്നുള്ളതിൽ വളരെയധികം ഹാപ്പി ആയിരിക്കും അല്ലെ. നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അല്ലെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണ് ഭയങ്കര മോസ്റ്റ് അല്ലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇല്ലേ. ഹാപ്പി ആയിരിക്കില്ലേ? ആണോ? ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന ഈ ടൈമില് എന്താ പ്രത്യേകത ഇവിടെ പറയുന്നത്? He will probably be happy about getting a job, but at the same time, he will perhaps have certain anxieties, fears, and misgivings. Okay. അങ്ങനെയുള്ള സാഹചര്യത്തിലും അവർക്ക് കുറെ ആകുലതകളൊക്കെ ഉണ്ട് അല്ലെ, ഉത്കണ്ഠകളൊക്കെ ഉണ്ട്. അയ്യോ എങ്ങനെയായിരിക്കും അപ്പൊ ജോലി, ആടായിരിക്കും അപ്പൊ സുപ്പീരിയർ എങ്ങനെ വലിയ കർഷിക്കാരനായിരിക്കോ, നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ, സമയത്തിന് തീർക്കാൻ പറ്റുമോ അല്ലെ, നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമോ അല്ലെ, അങ്ങനെ ഒരുപാട് എന്താണ് എന്താ പറയുക ഉത്കണ്ഠകളൊക്കെ ഉണ്ടാവില്ലേ പുതിയ ജോലിയൊക്കെ ആവുമ്പോ അല്ലേ. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളില്ലേ ഉണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തില് എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോ it is the duty of exciting staff to support him. അല്ലെ അവിടെ സുപ്പീരിയേഴ്സ് ഒക്കെ എന്തായിരിക്കണം, ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം അവിടെ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അതായത് അവര് വരുന്നവരൊക്കെ ഫ്രഷേഴ്സ് ആണ്, അത് മാത്രമല്ല ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവാം. എനിവേ അവരെ എന്തായാലും ഒരുപാട് ഉത്കണ്ഠയോട് കൂടിയിട്ടായിരിക്കും ഫസ്റ്റ് എന്താണ് ഒരു ജോലിയിലേക്ക് വരുന്നത്. അപ്പൊ വരുന്ന ജോലിയിടത്തില് തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവര് ഹാപ്പി ആയിട്ട് വരുന്നതോടൊപ്പം തന്നെ ഉത്കണ്ഠകളുമുണ്ട്. ഈ ഉത്കണ്ഠകളൊക്കെ മാറ്റാനായിട്ട് ഒരു സപ്പോർട്ടീവ് ആയിട്ട് നൽകേണ്ടതാണ്. Exciting staff can support a staff member throughout the induction process, example by explaining key duties and helping to set up his workspace. ഓക്കെ, അപ്പൊ അവർക്ക് ആ സ്പേസ് ഒക്കെ വർക്ക് സ്പേസ് ഒക്കെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡ്യൂട്ടീസുകൾ വലിയ കുഴപ്പമില്ലാത്ത ഡ്യൂട്ടീസ് ആണ് അല്ലെ, ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാം, സഹപ്രവർത്തകരൊക്കെ അങ്ങനെയായിരിക്കണം അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓറിയന്റേഷൻ ടൈമിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കത്തക്ക വിധത്തില് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം അല്ലെ. വരുന്ന സഹപ്രവർത്തകര് എന്താണ് വരുന്ന എംപ്ലോയിക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലേസ് ഒരുക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം നിലപാടായിട്ട് ഉണ്ടാകേണ്ടത്. Okay, introduction to exciting members of the organization. Okay, then നമുക്ക് ലാസ്റ്റ് കാര്യം നോക്കാം, ജോബ് ഡ്യൂട്ടീസ്. എന്താണ് ജോബ് ഡ്യൂട്ടീസിൽ പറയുന്നത്? It includes information about job location, job task, job safety needs, overview of job objective, and relationship with the other jobs. ഓക്കെ, നമുക്ക് ജോലിയെ കുറിച്ചിട്ടും ജീവനക്കാരെ കുറിച്ചിട്ടൊക്കെ വലിയ അത്യാവശ്യം വിവരങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞു അത്യാവശ്യം ജോലി ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള രൂപരേഖ കൊടുക്കുമ്പോഴും നമ്മുടെ എക്സാക്ട് ജോലി അല്ലെ, അതിന്റെ ജോബ് ലൊക്കേഷൻ, ജോബ് ടാസ്ക്, എന്തൊക്കെ ടാസ്കുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇൻ കേസ് ഹസാർഡ്സ് അപകടം പിടിച്ച് എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ജോബ് സേഫ്റ്റി നീഡ്സ്, ഓവർവ്യൂ ഓഫ് ജോബ് അല്ലെ, മൊത്തത്തിൽ ജോലിയുടെ അവലോകനം, ജോലി ചിലപ്പോൾ നമ്മള് അല്ലെ കൃത്യമായിട്ട് തന്നെ പേഴ്സൺസ് സപ്പോർട്ട് ചെയ്യാമെങ്കിലും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് വലിയ അല്ലെ
ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും മുൻകരുതലുകളൊക്കെ എന്തെങ്കിലും വരും അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം കേസ് അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന ടൈമിലെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം അല്ലെ. ഇന്ന ടൈമിലൊക്കെയാണ് ടോപ്പ് ലെവലിലുള്ളവർക്കൊക്കെ മീറ്റിംഗുകളുടെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെ. ടാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ഇൻ കേസ് എന്താണ് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്കുള്ള വ്യക്തികളാണ് എങ്കിൽ നമുക്കറിയാം സുപ്പീരിയേഴ്സിനായി ഇപ്പൊ സാധാരണ രീതിയിൽ ഈ ടൈമില് അല്ലെ 1-2 ദിവസമൊക്കെ നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ തിയേറ്ററിൽ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരും. ആ ടൈമിൽ ഇങ്ങനെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കണം ഡ്യൂട്ടിയിൽ പോകേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണോ ജോലി ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ, ജോലിയുടെ ടാസ്കുകൾ, ജോലിയുടെ സേഫ്റ്റി കാര്യങ്ങള്, മൊത്തത്തില് ആ ജോലിയുടെ അതായത് സ്റ്റാർട്ടിങ് ടൈം മുതൽ നമുക്കറിയാം ഒരു മന്ത് അവസാനിക്കുന്നവരേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വീക്കിലി ചിലപ്പോൾ ഇന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ മൊത്തത്തിലെ ഒരു അവലോകനം അവർക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ട് വരും. Then job objectives and relationship with other jobs. ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ. ഒരു ജോലി വെറുതെ എംപ്ലോയർ വെറുതെ ആയിരിക്കില്ല അല്ലെ. ജോലിക്ക് ജോലിയുടേതായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും അല്ലെ. ഇന്ന ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കണം അല്ലെ. അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് അവിടെ ഉണ്ടാവും. അപ്പൊ ജോലിയുടെ ആ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. Then and relationship with other jobs. ഇപ്പൊ നമ്മുടെ ജോലി ചിലപ്പോൾ മറ്റൊരു ജോലിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും അല്ലെ. നമ്മൾ ജോലി ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത സ്റ്റെപ്പ് അടുത്ത ഡ്യൂട്ടിക്കാരായിരിക്കും ചെയ്യുന്നത്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കഴിഞ്ഞ് അല്ലെ ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തിപ്പെടുന്ന ഘട്ടത്തിലാണ് ആ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനുശേഷം നമ്മുടെ വർക്ക് കിട്ടിയിട്ട് വേണ്ടിയിട്ടും അവർക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് വർക്ക് ചെയ്യേണ്ടത്. സോ അതുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. നമ്മൾ ആണെങ്കിലോ എന്താണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് നിന്നും ചിലപ്പോൾ വർക്കുകളൊക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇപ്പൊ ഏത് ഡ്യൂട്ടി ആണെങ്കിലും അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലെ. ഒരു പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ആണെങ്കിലും അവർ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്ത് അല്ലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറേണ്ടതാണ്. അതിനുശേഷം ചിലപ്പോൾ വേണമെങ്കിൽ ഓപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഷിഫ്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അല്ലെ. ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഡ്യൂട്ടികളിലേക്ക് ചിലപ്പോൾ ഈ വ്യക്തികൾ വിടേണ്ടതായിട്ട് വരും. സോ നമ്മുടെ ഡ്യൂട്ടിയും മറ്റു ഡ്യൂട്ടികളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഞാൻ എന്താണ് പറയുന്നത്, ബേസിക് റൂൾസ് അല്ലെ. ബേസിക് റൂൾസ് റിലേറ്റഡ് ടു പീപ്പിൾ, process and task issues should be communicated by the supervisor to the new employee so that they can deal with the properly. ഓക്കെ, നമുക്കറിയാം ഓരോ സ്ഥാപനത്തിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള നിയമാവലികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള പീപ്പിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. Process and task issues should be communicated by the supervisor അല്ലെ. അവിടെ ടാസ്കുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർവൈസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ടാവും. അപ്പൊ ന്യൂ എംപ്ലോയിക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ വന്നാലും സൂപ്പർവൈസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. സോ ദാറ്റ് ക്യാൻ ഡീൽ വിത്ത് ദ പ്രോപ്പർലി. ഇതെല്ലാം അല്ലെ ഇനിയിപ്പോ ചെയ്തുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളും റെഗുലേഷൻ ടൈമിൽ തന്നെ അല്ലെ ആ കണ്ടന്റിൽ ഉൾപ്പെടുത്തണം അല്ലെ. ഇന്ന സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സൂപ്പർവൈസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെക്കേണ്ടതാണ്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എന്തിൽ ഉൾപ്പെടുത്തണം, നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ഒന്നും നോക്കാതെ എന്താണ് ഓറിയന്റേഷനിലേക്ക് കിടക്കാൻ പറ്റില്ല അല്ലെ. സമീകൃതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ അറേഞ്ച് ചെയ്യണം. വരുന്ന എംപ്ലോയീസ് ഹാപ്പി ആയിട്ടായിരിക്കും വരുന്നത്. അവരുടെ ഉത്കണ്ഠകളൊക്കെ അല്ലെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, പരിചയപ്പെടുത്താനുള്ള കാര്യങ്ങൾ, ഡ്യൂട്ടിയിലേക്ക് കോൺഫിഡൻസോടുകൂടി പ്രവേശിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി നിറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സൂപ്പർവൈസേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കണ്ടന്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് ഓറിയന്റേഷൻ
ടൈമിൽ തന്നെ ഉൾപ്പെടുത്തി കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെയാണോ? ഓക്കെ, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്താണ് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ, സെക്കൻഡ് വൺ കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ അല്ലെ, കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ആ ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പോകാൻ ശ്രമിക്കുക. ഓർഗനൈസേഷൻ ഇഷ്യൂസ്, എംപ്ലോയി ബെനിഫിറ്റ്സ്, introduction to exciting members of the organization, then job duties. ഇനി ഇതിലെ മോസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സൂപ്പർവൈസർ അല്ലെ. എംപ്ലോയീസിനെ ഫെമിലിയർ ആക്കി മാറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആരിൽ നിന്ന് നിഷിദ്ധമാണ്? സൂപ്പർവൈസറിൽ നിഷിദ്ധമാണ്. ചെയ്തു. അതേമാതിരി തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ ഇഷ്യൂസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പെടുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചേക്കുക. ഇവിടെ എന്തൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ഓഫ് കമ്പനി നെയിംസ് ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് കീ എക്സിക്യൂട്ടീവ്, എംപ്ലോയർ ടൈറ്റിൽ, ഓക്കെ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അതേപോലെ തന്നെ ജോബ് ഡ്യൂട്ടീസിലും എന്തൊക്കെ കാര്യങ്ങളാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ് ലൊക്കേഷൻ, ജോബ് ടാസ്ക്, ജോബ് സേഫ്റ്റി നീഡ്സ്, ഓവർവ്യൂ ഓഫ് ജോബ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ജോബ് ഡ്യൂട്ടീസ് എന്ന കണ്ടന്റിൽ ഉൾക്കൊള്ളുന്നത്? ആ കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. effective orientation. അതായത് ഒരു ഫലപ്രദമായിട്ടുള്ള ഓറിയന്റേഷന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഓറിയന്റേഷൻ പല രീതിയിൽ സംഘടിപ്പിക്കാറുണ്ടാവാം അല്ലെ. നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഓറിയന്റേഷൻ ടൈമിൽ തന്നെ എംപ്ലോയീസിന് പല കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിചാരിച്ച എക്സ്പെക്ടഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ അതിന്റെ കുറച്ച് പോയിന്റ്സുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സ്റ്റാർട്ട് ചെയ്യാലോ. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. ഫോളോയിങ് ആണ് അവിടെ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് എന്താണ് അവിടെ പറയുന്നത്? ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രോസസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ടോപ്പ് മാനേജ്മെന്റ് ഇസ് ദ ഫോർമോസ്റ്റ് റിക്വയർമെന്റ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നല്ല എംപ്ലോയി ആവണമെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് മാനേജ്മെന്റിനാണ് ഈ എംപ്ലോയി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഉണ്ടാവുക അല്ലെ. അവർക്ക് കൂടുതലായിട്ട് ഈ കാര്യത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് എസ്റ്റാബ്ലിഷ് എ സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഓണർഷിപ്പ് ഇൻ ദ ന്യൂ എംപ്ലോയീസ് ആൻഡ് ഹെൽപ്പ് ദം ടു അസോസിയേറ്റ് ക്ലോസ്ലി വിത്ത് ദ ഓർഗനൈസേഷൻ. അതായത് ഇതിന്റെ സെൻസ് എന്ന് പറയാൻ കാരണം എംപ്ലോയറും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം അല്ലെ. ഉന്നത ഉദ്യോഗസ്ഥര് തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഇവർക്ക് കൺട്രോളിംഗ് പവർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓറിയന്റേഷൻ ടൈമിൽ അവർക്ക് അല്ലെ അത്യാവശ്യം ടാർഗറ്റ് ഇത്ര ടൈമിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. ആ സമയത്ത് വളരെ പരിചിതമായ രീതിയിൽ സൗഹൃദം സ്ഥാപിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. സോ ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റിൽ അതിൽ പങ്കാളിത്തം ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ദെൻ എംപ്ലോയറായിട്ട് അല്ലെ എംപ്ലോയർ തമ്മിലുള്ള ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ടോപ്പ് ലെവലിൽ ഇപ്പോൾ മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റിനൊക്കെ നല്ല രീതിയിൽ ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനായിട്ട് ഇതായിട്ട് സാധിക്കും. ദെൻ അതാണ് അവിടെ പറയുന്നത്. എന്താണ് ഇൻഡസ്ട്രി ടോപ്പ് മാനേജ്മെന്റ് ഇസ് ദ ഫോർമോസ്റ്റ് റിക്വയർമെന്റ്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് അല്ലെ. ഒരു സെൻസ് ഓഫ് പാർട്ണർഷിപ്പുമായിട്ടാണ് അവിടെ വരുന്നത്. അതായത് ഇരുകൂട്ടരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോയാലാണ് ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. തൊഴിലുടമ ഒരുപാട് പ്ലാനിങ്ങുകളൊക്കെ ചെയ്തിട്ട് തൊഴിലാളികളെ ഏൽപ്പിച്ചിട്ട് അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ പ്ലാനുകൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു താല്പര്യം ഉണ്ടാവണം. അവര് തമ്മിൽ നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സെക്കൻഡ് പോയിന്റ് പീരിയഡ് പ്ലാനിങ്. എന്താണ് മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത്? ആസ് ദ ഇൻഡക്ഷൻ ഈസ് എ പ്രോസസ് ആൻഡ് നോട്ട് ആൻ ഈവന്റ്,
pre-planning for the induction of the new employee must be carefully done. So that induction is used at the time of pre-planning during and post-induction post-induction stages. അവിടെ തീർച്ചയായിട്ടും ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും അല്ലെ ഒരു ഈവന്റ് അല്ല, ഇതൊരു സംഭവമല്ല. എന്താണ് പറയുന്നത്? പ്രീപ്ലാനിങ് ഓഫ് ദ ഇൻഡക്ഷൻ അല്ലെ. ഇറ്റ് ഈസ് എ പ്രോസസ്, ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത്. അതായത് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണെന്ന് പറയുന്നു. ഇതൊരു സംഭവമല്ല എന്ന് പറയുന്നത്. ഇത് പ്ലാനിങ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ പുതിയ എംപ്ലോയിയിലേക്ക് കെയർഫുൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നു. ദെൻ അതിൽ നിന്നാണ് നമുക്കറിയാം നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഈവന്റ് അല്ല അല്ലെ. ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞല്ല ഉദ്ദേശിക്കുന്നത്. ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, അതൊരു പ്രവർത്തനമാണ്. അതായത് അതിന്റെ പരിണത ഫലമായിട്ടാണ് ഓരോ എംപ്ലോയിയും അവരുടെ നോളജും അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് വർക്ക് ചെയ്യാനായിട്ട് പ്രാപ്തി കൈവരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു എന്താണ് പ്രോസസ് ആണെന്നാണ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് ആസ് ഇൻഡക്ഷൻ ഈസ് പ്രോസസ് ആൻഡ് നോട്ട് ആൻ ഈവന്റ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. Then അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു employee must be carefully done so that the induction is used at the time of pre-planning during and post-induction stages. ഓക്കെ, നമ്മൾ പ്രീപ്ലാൻ ചെയ്യാൻ വേണം. ഇനി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്റ്റേജസ് ഒക്കെ കവർ ചെയ്യേണ്ടതാണ്. അസസ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ നീഡ്സ് അല്ലേ, രണ്ടെണ്ണമൊക്കെ അല്ലേ. അല്ലെങ്കിൽ എടുത്തുപോണേന് എന്തെങ്കിലും തടസ്സമുണ്ടോ? വായിച്ചു നോക്കണേ, നോക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ക്ലിയർ ആണ് അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. തേർഡ് പോയിന്റ് നോക്കാം, അസസ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ നീഡ്സ്. എന്താണ് അസസ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ നീഡ്സ് എന്ന് പറയുന്നത്? അതായത് ഓൺ ദ ബേസിസ് ഓഫ് എ ലെവൽ ആൻഡ് എ ഫ്യൂ അതർ ഫാക്ടേഴ്സ് ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ഇൻ അഡ്വാൻസ് what the new employee must know as it promotes effective learning experience during the process of induction. എന്താണ് പറയുന്നത്? ഫ്യൂ അതേഴ്സ് ഫാക്ടേഴ്സ്, അതായത് ഇൻഫോർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ഇൻ അഡ്വാൻസ് what the new employee must know. എന്താണ് ഈ എംപ്ലോയി മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. എന്താണ് ചില കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം അല്ലെ. കാരണം അത് ഡേറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായിരിക്കും, ചിലപ്പോൾ പ്രിക്കോഷൻസ് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നടപടിക്രമങ്ങളായിരിക്കും. എന്തായാലും എന്താണ് മോസ്റ്റ് ആയിട്ട് ഈ എംപ്ലോയി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് പകർന്നു കൊടുക്കണം. ഇറ്റ് പ്രൊമോട്ട്സ് എഫക്റ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ. ഓക്കെ, നേരത്തെ കുട്ടി ഇങ്ങനെ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പകർന്നു കൊടുക്കുമ്പോഴെന്താണ് അവർക്ക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് പ്രോസസ്സിന്റെ ഇൻഡക്ഷൻ പ്രോസസ്സിലൂടെ തന്നെ അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ഈ കൊടുക്കുന്ന ആ ഒരു ഇൻഡക്ഷൻ ടൈമിൽ തന്നെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മോസ്റ്റ്ലി അവിടെ അറിയേണ്ട കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണല്ലോ അല്ലെ. അവിടെ ഫലപ്രദമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമ്പോഴെന്താണ് ആ ഓറിയന്റേഷൻ ടൈമിൽ തന്നെ അവര് ഏബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ വീണ്ടും ഫീഡ്ബാക്ക് സെക്ഷൻ. ഇനി നമ്മളിങ്ങനെ ഓറിയന്റേഷൻ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ദെൻ എന്താണ് അവർക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർവൈസേഴ്സിന്റെ ഒക്കെ മേൽനോട്ടത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് അല്ലെ. ഫീഡ്ബാക്ക് സെഷൻ ടു സാറ്റിസ്ഫൈ ഓൾ ഡബ്സ് ആൻഡ് ആൻസർ ഓൾ ക്വയറീസ് properly. All induction programs must conclude with a feedback session with the line management and the human resource person അല്ലെ. ആരൊക്കെയാണ് ഇവിടെ ഫീഡ്ബാക്ക് സെഷൻ നടത്തുന്നതെന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പേഴ്സൺ ആ ഒരു പേഴ്സൺ വിത്ത് ദ ലൈൻ മാനേജ്മെന്റ് ആൻഡ് ദ ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺ അല്ലെ. ഒന്നില്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ലൈൻ മാനേജർ ആയിരിക്കും, അതല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഫീഡ്ബാക്ക് സെഷൻസ് നടത്തുന്നത് അല്ലെ. അവിടെ ഫീഡ്ബാക്ക് സെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആ ഒരു അനുഭവങ്ങൾ അത് അതിനെ കുറിച്ചിട്ടും അവയർനെസ് നേടേണ്ടതുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരാണ് കൈകാര്യം ചെയ്തത്? ലൈൻ മാനേജ്മെന്റ് ആൻഡ് ദ ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺ. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ, ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ. ദെൻ പ്രയർ പ്ലാനിങ്, നേരത്തെ കൂട്ടി ഒരു പ്ലാനിങ് വേണം എന്ന് പറഞ്ഞു. ദെൻ അസസ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ നീഡ്സ്, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് വേണ്ടതെന്നുള്ളത് അസസ്മെന്റ് ചെയ്യേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടത്. ദെൻ ഫീഡ്ബാക്ക് സെഷൻ. ഓക്കെ, ഇവിടെ ഫീഡ്ബാക്ക് സെഷൻ ആണെങ്കിൽ ആരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വിത്ത് ലൈൻ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺ. ഓക്കെ, ഫിഫ്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയീസ്. Giving knowledge to new employees. The human aspect is an essential component of the induction. Providing new employees knowledge of what is like by supervisors and co-workers. Telling new employees that time period for them to attain a satisfactory level of performance and to motivating them to look for help and guidance whenever required. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ എംപ്ലോയി ആണ്. അപ്പൊ ആ എംപ്ലോയിക്ക് നമ്മൾ പറഞ്ഞിരുന്നു ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കുണ്ടെങ്കിൽ സൂപ്പർവൈസേഴ്സ് അല്ലെ കൈകാര്യം ചെയ്തൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ടൈം പീരീഡ് അല്ലെ, അവിടെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ലെവൽ കംപ്ലീറ്റ് ചെയ്യരുത്, പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം പീരീഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർക്ക് പകർന്നു കൊടുക്കണം അല്ലെ. ഈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം അല്ലെ ഇവിടെ ട്രെയിനിങ് പീരീഡ് ആണ്, അതിനുശേഷമാണ് പെർമനന്റെങ്കിൽ ഈ ടൈമിലുള്ളത് എനിക്ക് സ്റ്റെപ്പായിട്ട് ക്യാച്ച് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർക്ക് അവയർനെസ് ഉണ്ടാവും. സോ അതനുസരിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഗിവിംഗ് നോളജ് ടു എംപ്ലോയി അല്ലെ, പുതിയ എംപ്ലോയിക്ക് എല്ലാ തരത്തിലുള്ള അറിവ് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. then അവിടെ പറയുന്നുണ്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ലെവൽ പെർഫോമൻസ് അല്ലെ, എന്തൊക്കെ മോട്ടിവേഷൻസ് കാര്യങ്ങൾ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ടോ അത് അനുസരിച്ചിട്ടുള്ള ഗൈഡൻസും അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഒക്കെ അവിടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പേഴ്സന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? Okay, then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ rather than superficial introduction ആണ്. ഓക്കെ, നമുക്കൊരു 5 പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് 5 പോയിന്റ് കൂടി നമുക്ക് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം അല്ലെ. സമയമില്ലാതെ ഡിസ്കസ് ചെയ്യാലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബെനിഫിറ്റ് ഓഫ് ഓറിയന്റേഷൻ ആൻഡ് പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ.
പ്ലേസ്മെന്റ് തുടങ്ങി ക്ലാസ് എടുത്തില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 6th point, gradual introduction rather than superficial introduction. Okay, gradual introduction rather than superficial introduction. There should be a step-by-step introduction to people with whom the new employee will work rather than an external introduction to all the employees on the first day. ഓക്കെ, ഒരു ഫസ്റ്റ് ഡേ തന്നെ വന്നുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചിട്ട് അല്ലേ കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ആ വരുന്ന വഴിക്ക് തന്നെ അവർക്ക് പകർന്നു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അവിടെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ അവർക്ക് പകർന്നു കൊടുത്താലാണ് പുതിയ എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി പോകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് പറയാണ് വർക്ക് rather than an external introduction to all the employees on the first day. ഫസ്റ്റ് ഡേയിൽ തന്നെ എല്ലാം കൊടുക്കേണ്ടതല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ introduction ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. The objective behind this is to help the incumbent to get familiarized with the co-workers and the supervisors and not just meet them with the co-workers and supervisors names. ഓക്കെ, അവിടെ ഗ്രാജുവലി അവർക്ക് നേടിയെടുക്കത്തക്ക വിധത്തിൽ അല്ലെ പേരുകൾ മാത്രം പരിചയപ്പെടുത്തി ജസ്റ്റ് അല്ലെ അവര് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞു കൊടുക്കുകയല്ല, എന്നാൽ സഹപ്രവർത്തകരെ കുറിച്ചിട്ട് കുറച്ചൊരു ഐഡിയാസ് അല്ലെ. ഇത് ഒബ്ജക്റ്റീവ്സിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഒരു ഫെമിലാരിറ്റീസ് അല്ലെ, ഫെമിലറൈസ്ഡ് വിത്ത് കോവർക്കേഴ്സ്, സഹപ്രവർത്തകരോട് ഒരു അടുപ്പം വരുന്ന തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനോടൊക്കെ. അല്ലാതെ പേര് മാത്രം ജസ്റ്റ് കോവർക്കേഴ്സിന്റെ പേര് ഇത് ഇന്നാള്, ഇത് ഇന്നാള്, അത് അബൂബക്കർ, ഇത് അല്ലെ ശ്രീദേവി, അങ്ങനെ ജസ്റ്റ് പേരുകൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആ വർക്കർ എന്ത് ചെയ്യും, ആകെപ്പടി കുറച്ചു പോകും അല്ലെ. പുതിയ എംപ്ലോയി ആകെപ്പടി കുറച്ചു പോകും. ഇത് ഡിപ്പാർട്ട്മെന്റിലാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തത്, നമ്മുടെ സുപ്പീരിയർ ആണ് അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ് ആണ്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള അവരുടെ ഐഡന്റിറ്റി പരിചയകൊണ്ട് തന്നെ ജസ്റ്റ് അവരുടെ പേരുകൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രാജുവലി അല്ലെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഇന്ന വ്യക്തി എന്റെ സുപ്പീരിയർ ആണ് അല്ലെ, അല്ലെങ്കിൽ എന്റെ സബോർഡിനേറ്റ് ആണ്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അല്ലെ. അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എന്താണ് അവര്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ്, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് വർക്കേഴ്സിന്റെ നെയിം പരിചയപ്പെടുത്തി കൊടുക്കാതെ അവരുടെ അല്ലെ അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തില് വർക്കേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. സോ ദെൻ ഗ്രാജുവലി അവരൊക്കെ ക്രമേണ ഓരോ കാര്യങ്ങളൊക്കെ നോളജ് ഒക്കെ സമ്പാദിച്ചുകൊള്ളും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സഫിഷ്യന്റ് ടൈം ഷുഡ് ബി ഗിവൺ ടു ന്യൂ എംപ്ലോയി. മതിയായ സമയം പുതിയ എംപ്ലോയിക്ക് ലഭ്യമാകണം. Before the increase in the job demands, new employees should be given adequate time to become accustomed to a work situation. അല്ലെ, അവിടെ പ്രധാനമായിട്ട് പറയാണ് സഫിഷ്യന്റ് ടൈം അല്ലെ. സഫിഷ്യന്റ് സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മതിയായ ഒരു സമയം അവിടെ ആവശ്യമാണ് അല്ലെ. എന്തെങ്കിലും പതിവായിട്ടുള്ള ഒരു സമ്പർക്കങ്ങൾ നമുക്ക് നിലനിർത്തി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് തുടങ്ങി തന്നെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ ട്രബിൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കോവർക്കേഴ്സിനോടൊക്കെ ഒന്ന് സമാധാനപ്പാടെ രീതിയിൽ, അതായത് വളരെ പതുക്കെ സംസാരിച്ചെടുക്കത്തക്ക വിധത്തിലുള്ളൊരു സമയക്രമം അവിടെ ലഭ്യമാകേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് അവർക്ക് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ബിഫോർ ദ ഇൻക്രീസ് ഇൻ ദ ജോബ് ഡിമാൻഡ്സ്, new employees should be given adequate time to become accustomed to a work situation. ആ വർക്ക് സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് വരുവാനായിട്ട് കുറച്ച് സമയം അവരെ അനുവദിക്കേണ്ടതുണ്ട്. പുതിയൊരു ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനായിട്ട് കുറച്ച് സമയം അവർക്ക് അനുവദിക്കേണ്ടതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി വെയിറ്റ് ഈ ഓറിയന്റേഷൻ ടൈമിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ അല്ലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സഫിഷ്യന്റ് ടൈം അവിടെ ആവശ്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫോർമേഷൻ. ഓക്കെ, എല്ലാ ഇൻഫോർമേഷൻസിലും നമുക്കറിയാം ഇൻഡക്ഷൻ ആവശ്യമാണ്. Then induction should
start with the most significant and direct from or information and then move forward towards the common policies of the organization. Okay. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പ്രധാനപ്പെട്ട ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അല്ലെ. ദെൻ നമുക്കറിയാം കോമൺ ആയിട്ടുള്ള പോളിസികളൊക്കെ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ഓറിയന്റേഷൻ ടൈമിൽ തന്നെ നെസസറി ഇൻഫോർമേഷൻസ് അവർക്ക് പകർന്നു കൊടുക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് അവർക്ക് ആ നിയമത്തിന്റെ അണ്ടറിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ജസ്റ്റ് ആ പോയിന്റ് കേട്ട് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് സഫീഷ്യന്റ് ടൈം ഷുഡ് ബി ഗിവൻ ടു ന്യൂ എംപ്ലോയി. ഇൻഡക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫോർമേഷൻ. ഓക്കെ, എല്ലാ ഇൻഫോർമേഷനും നമുക്ക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. ജസ്റ്റ് ഇൻഫോർമേഷൻസ് പകർന്നു കൊടുത്താലാണ് അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയക്ക് കിട്ടുകയുള്ളൂ അല്ലെ. എന്ത് നിയമങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ കൂടി അവർക്ക് ഒരു അവയർനെസ് ലഭ്യമാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അടുത്തൊരു പോയിന്റ് ഡയറക്ഷൻ ബൈ എക്സ്പീരിയൻസ്ഡ് വർക്കർ അല്ലെ. നമ്മള് ഒരു ഓറിയന്റേഷൻ കാര്യങ്ങളിലേക്ക് കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹിസ്റ്ററിയും അല്ലെങ്കിൽ ഡ്യൂട്ടീസുകളെ കുറിച്ചിട്ടും എല്ലാത്തിനെയും കുറിച്ചിട്ടും അവയർനെസ് ഉള്ളവർക്കാണ് അത് പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അത് തന്നെ പറയുന്നത് സീനിയർ വർക്കർ ഓർ ദ സൂപ്പർവൈസർ ഷുഡ് ഡയറക്ട് ദ ന്യൂ എംപ്ലോയീസ് അല്ലെ. നല്ല രീതിയിൽ തന്നെ ഡയറക്ട് ചെയ്യേണ്ടതുണ്ട്. The seniors must respond to questions and keep in a regular contact with the incumbent during the initial phase of induction. Okay. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഇനീഷ്യൽ ഫേസിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് അല്ലെ റെഗുലർ ആയിട്ട് അവരുടെ ആ ഒരു അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. സോ എന്താണ് എക്സ്പീരിയൻസ്ഡ് വർക്കറുമായിട്ട് എന്താണ് ഡയറക്ഷൻ സാധിക്കുക എന്ന് വെച്ചാൽ ഒരു ബന്ധം അല്ലെ. ഒരു എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സിനാണെങ്കിൽ കുറച്ച് നോളജ് ഉണ്ട്. സോ അവരിൽ നിന്ന് കുറച്ച് കൂടുതൽ വിവരങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. റെഗുലർ ആയിട്ട് അത്തരത്തിലുള്ള വ്യക്തികളായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയും ആ കമ്പനിയുടെ എല്ലാ നടത്തിപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൺക്ലൂഷൻ സെഷൻ ആണ് ലാസ്റ്റ് വൺ. A closing session should be organized at the end of the induction program. It is known as a special anxiety reduction session in many organizations. അല്ലെ, ഇതിനെ പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ സെഷൻ എന്ന് വെച്ചാൽ ഉത്കണ്ഠകളൊക്കെ കുറച്ചുകൊണ്ട് വരുന്ന ഒരു സെഷനാണ് അല്ലെ. വ്യത്യസ്ത ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള ആ ഒരു ആൻസൈറ്റി കുറയ്ക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ അവിടെ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലെ. റിലാക്സേഷൻ മോഡിലേക്ക് ആവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിപ്പെടാറുണ്ട്. The key purpose of this session is to recognize whether or not the new employee have grasped the which was needed to be the known to them. അല്ലെ ഇവിടെ പറയാൻ കാരണം എന്താണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ എംപ്ലോയി അല്ലെ അത് തീർച്ചയായിട്ടും നമുക്കറിയാം പല കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയണമെന്നുള്ള ആഗ്രഹം കൂടുതലായിരിക്കും അല്ലെ. അവർക്ക് തീർച്ചയായിട്ടും എന്താണ് കൂടുതലായിട്ട് അറിയണമെന്നുള്ള കാര്യമായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് പ്രയത്നിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അല്ലെ. അറിയേണ്ടതെല്ലാം തന്നെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും അവര് നടപ്പാക്കുന്നത്. Employees should be confident enough to ask questions about the points which are not clear to them, and effort should be made by the management to clear their doubts. The entire session should be conducted in a coordinated manner and should not be hostile. എന്നുവെച്ചാൽ ഇത് കോൺഫിഡൻസ് ആയിട്ട് ആ വ്യക്തിക്ക് പകർന്നു കൊടുക്കണം അല്ലെ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ക്ലിയർ ആയിട്ടുള്ള മറുപടി കൊടുക്കണം. വിച്ച് ആർ നോട്ട് ക്ലിയർ അല്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ എഫേർട്ടിനൊന്നും പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. ദ എൻറ്റയർ സെഷൻ should be conducted in a coordinated manner and should not be hostile അല്ലെ. അവിടെ എന്താ പറയുന്നത് മുഴുവനായിട്ടുള്ള ഈ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു കോർഡിനേറ്റ് ആയിട്ടുള്ള നല്ല കോർഡിനേഷനോട് കൂടിയിട്ട് അല്ലെ ഒരു ഏകോപനത്തോട് കൂടിയിട്ടായിരിക്കും കൈകാര്യം ചെയ്യേണ്ടത്. ഒരിക്കലും എന്താണ് ഒരു സെഷൻ സൗഹൃദമായിട്ടുള്ള രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകണം. ഒരു എന്താണ് ശത്രുത ഹോസ്റ്റൈൽ അല്ലെ അവിടെ ശത്രുതാ മനോഭാവങ്ങളൊന്നും ഇല്ലാതെ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെ നേരത്തെ കൂടി തയ്യാറാക്കിയതനുസരിച്ചിട്ട് തന്നെ അവിടെ എന്താണ് മേലുദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ
ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു മനോഭാവം കൂടിയായിരിക്കണം കൺക്ലൂഷൻ സെഷനിൽ ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു മനോഭാവം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വരുന്ന എംപ്ലോയീസിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുകയും ചെയ്യും. അവര് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പെർമനന്റ് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് നല്ല റിട്ടേൺസ് നേടിത്തരികയും ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് പകർന്നു കൊടുക്കേണ്ടതാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ, അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് തീർക്കാൻ സാധിക്കും. ഓറിയന്റേഷനും പ്രോബ്ലംസ് ഓഫ് ഓറിയന്റേഷനും ആണോ ഉള്ളത്. വായിച്ചു നോക്കുന്നുണ്ടോ നിങ്ങള്? എന്തെങ്കിലൊക്കെ ഡൗട്ട് ചോദിക്കാട്ടോ. എക്സാമിനാണെങ്കിലും പരമാവധി വരിക്കാൻ ശ്രദ്ധിക്കുക. വായിച്ചു തുടങ്ങിയോ ആരെങ്കിലും? ആരും വായിച്ചു തുടങ്ങിയില്ല. എന്തെങ്കിലും ഡൗട്ട്? തിരിച്ചൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.